ഞാൻ ലൈഫ് സ്റ്റൈൽ മലയാളത്തിൽ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനിപ്പിക്കൽ സോനിവൈസ് ദാറ്റ്സ് അബൌട്ട് ദിസ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇവിടെ ഈ ലിവിങ് ഡിജിറ്റലിൽ ഞാനിതൊന്നും പറയാറില്ല. ചിലർ ചോദിക്കാൻ എന്താ നിങ്ങളൊന്നും പറയാത്തതെന്നുള്ളത്. കാര്യം എന്താ വെച്ചാൽ ചാനലിന്റെ പേര് ലിവിങ് ഡിജിറ്റൽ എന്നാണ്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് പെർഫ്യൂംസിന്റെ വീഡിയോസാണ്. ആക്ച്വലി എനിക്ക് ഈ പെർഫ്യൂംസിന്റെ ഒക്കെ മുന്നേ എനിക്ക് ക്രേസ് ആയിട്ടുള്ള ഒരു സാധനം എന്തായിരുന്നു വെച്ചാല് ഇലക്ട്രോണിക് സാധനങ്ങളാണ്, നമ്മുടെ സാധാരണ ഗാഡ്ജറ്റ്സ് ആണ്. സോ അത്തരം സാധനങ്ങളുടെ റിവ്യൂസ് ഒക്കെ ചെയ്യാം എന്ന് വെച്ചിട്ട് ഞാൻ ഇനീഷ്യലി കുറെ നാളുകൾക്ക് മുന്നേ അങ്ങനെ ഒരു നെയിം ലിവിങ് ഡിജിറ്റൽ എന്നുള്ള ഒരു നെയിം എന്താ പറയാ ഇതിൽ മെൻഷൻ ചെയ്തതാണ്. ഈ ലിവിങ് ഡിജിറ്റൽ എന്നുള്ള പേര് എവിടെ നിന്ന് കിട്ടിയതെന്ന് വെച്ചാല് സൈബർ മീഡിയ ലിവിങ് ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു മാഗസിൻ ഉണ്ട്. ഇപ്പൊ ഉണ്ടോന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ എന്തായാലും മിക്ക മാഗസീൻസ് ഉണ്ടാവില്ല, പീരിയോഡിക്കൽസ് മാഗസീൻസിനൊന്നും ഇപ്പൊ ഒരു സ്കോപ്പ് ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു മാഗസീൻ ഒരു 2005 ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് നമ്മൾ സ്കൂൾ പഠിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഇത് അന്ന് തന്നെ ആ ബുക്കിന് 50 റുപ്പീസ് എന്തോ പ്രൈസ് ഉണ്ട്. സോ സ്കൂൾ പഠിക്കുന്ന നമുക്കിപ്പോൾ എന്തായാലും ഒരു മാസം 50 റുപ്പീസിന് അത് വാങ്ങിക്കാൻ വീട്ടുകാർ സമ്മതിക്കില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് കോട്ടക്കലാണ് പഠിച്ചിരുന്നത്. അവിടെ ഈ പഴയ പുസ്തകം വെക്കുന്ന ഷോപ്പുകളുണ്ട്. അതിന്റെ ടോപ്പ് അവർ കട്ട് ചെയ്തിട്ടുണ്ടാവും, ആ പേരിന്റെ ഭാഗം, എന്നിട്ടാണ് ഇത് വെക്കുക. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഇത് കളക്ട് ചെയ്യും. ഇത് കളക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് ഈ ലിവിങ് ഡിജിറ്റൽ എന്ന ബുക്കിന്റെ ഉള്ളിൽ ഒരുപാട് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ടാവും, എസ്പെഷ്യലി മൊബൈൽ ഫോണുകളെ കുറിച്ച്. സോ അന്ന് നമ്മൾ മൊബൈൽ ഫോണുകൾ, നമ്മളെ കയ്യിൽ ഫോണൊന്നുമില്ല, പക്ഷെ നമുക്ക് ഫോണിനെ പറ്റി അറിയാൻ ഇതിൽ ഇന്ന ഫോണുകൾ, സോണി എറിക്സന്റെ ഫോണ്, സീമൺസിന്റെ ഫോണ്, നോക്കിയന്റെ ഫോണ്, മറ്റ് മോട്ടറോളന്റെ ഫോണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫോണുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഓരോന്നും എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത്, അത് +2 സമയത്താണ്, പിന്നെ ഡിഗ്രി ഒക്കെ എത്തിയപ്പോൾ പിന്നെ അത് ഞാൻ റെഗുലറായിട്ട് വാങ്ങിക്കും. ഇടയ്ക്ക് കോട്ടക്കൽ നേരെ പോയിട്ട് ഇതിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഡിഗ്രി ഒക്കെ ഏകദേശം പകുതിയൊക്കെ എത്തിയപ്പോൾ പിന്നെ നമ്മുടെ തന്നെ ബിസിനസ്സുകളിലൊക്കെ ഇൻവോൾവ് ആകാൻ തുടങ്ങി. ഫാമിലി ബിസിനസ്സിൽ അങ്ങനെ ക്യാഷും കാര്യങ്ങളൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ചെലവാക്കി തുടങ്ങിയപ്പോൾ ഞാൻ റെഗുലർ ആയിട്ട് വാങ്ങിക്കുന്ന ഒരു പുസ്തകം കൂടിയായി ലിവിങ് ഡിജിറ്റൽ. അങ്ങനെ ലിവിങ് ഡിജിറ്റൽ വാങ്ങും, T3 വാങ്ങും, പിന്നെ ബിസിനസ് ബുക്കുകൾ, പിന്നെ കാർ മാഗസീൻസ്, ഓട്ടോ കാർ ഇന്ത്യ, മിക്ക കാർ മാഗസീൻസും എനിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ഷോപ്പുകാരൻ ഇതേപോലത്തെ പുസ്തകങ്ങൾ കൊണ്ടുവന്നിരിക്കും. ഞാനത് അവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി. അതുപോലെ മൈ മൊബൈൽ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. പിന്നെ ഇതിന്റെയൊക്കെ പഴയ വേർഷൻസ് കോട്ടക്കൽ നിന്ന് പിന്നെ അയാളോട് പോയി എനിക്കറിയണം. പിന്നെ ഞാൻ കോഴിക്കോട് പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് നിന്ന് കളക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ നോക്കും, പഴയതൊക്കെ ഉണ്ടാവും. ഓട്ടോകാർ ഇന്ത്യയൊക്കെ പഴയ 99 2000 ഉള്ള ഓട്ടോകാർ ഇന്ത്യയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. പഴയ വണ്ടികൾ, അന്നത്തെ ടാറ്റ സിയറയും മെർസഡസിന്റെ W124 ഒക്കെ ഉള്ള. അത് ഇപ്പത്തെ കാലത്ത് അതിന് കാര്യമൊന്നുമില്ല. ഞാനും അത് 2006-2007 സമയത്തൊക്കെയാണ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്ന് 20 രൂപ, 15 രൂപ, 20 രൂപ കൊടുത്താൽ പഴയത് കിട്ടും. പുതിയതിന് അന്ന് 50-60 എന്താണ് പ്രൈസില്. സോ അങ്ങനെ ഈ പുസ്തകങ്ങൾ വാങ്ങി നമ്മളിങ്ങനെ അറിവ് ശേഖരിക്കും. ഇന്റർനെറ്റിന്റെ ആക്സസിബിലിറ്റി എനിക്ക് കുറവായിരുന്നു. പലരും അന്ന് മറ്റേ ഡയലപ്പ് കണക്ഷനൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് പിന്നെ എനിക്ക് ഫോൺ കിട്ടിയ സമയത്തും നെറ്റ് യൂസ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ അങ്ങനെയാണ് ഈ ലിവിങ് ഡിജിറ്റൽ എന്നുള്ള പേര് എന്റെ മൈൻഡിൽ കിടന്നത്. അപ്പൊ ഞാൻ എപ്പോഴും നമ്മുടെ ഒരു നെയിമായിട്ട് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പിന്നിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റോറീസ് ഉണ്ടാവും. സോ അങ്ങനെ ഞാൻ ഈ ലിവിങ് ഡിജിറ്റൽ എന്നുള്ള പേര് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ട്, ഈ സെക്കൻഡ് ചാനലിൽ കൊടുത്തിട്ട് അങ്ങനെ വെച്ചതാണ്. ഇതൊരു സെക്കൻഡ് ചാനൽ ഒന്നും പറയാൻ പറ്റില്ല. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് കയറി കൊളത്തിയപ്പോൾ അതിന് കുറെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആളുകൾ കാണാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ അതിൽ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് കാര്യം. ഒരു ഡിജിറ്റൽ സംഭവങ്ങളെ പറ്റി ചെയ്യേണ്ട ഒരു ഒരു ചാനലിന് ലിവിങ് ഡിജിറ്റൽ എന്ന് പേര് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ള ഒരു പെർഫ്യൂംസ് ആണ് പരിചയപ്പെടുന്നത്. സോ അത് അവിടെ വന്നിട്ട് ഞാൻ വെൽക്കം ടു ലിവിങ് ഡിജിറ്റൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനത്തെ കുറച്ച് പെർഫ്യൂംസ് ആണെന്നൊക്കെ പറയുന്നതിൽ എനിക്കൊരു മോശമുള്ളതുകൊണ്ട് പറയുന്നില്ല എന്ന് മാത്രം. അപ്പൊ ആ മാഗസീൻസ് ഒക്കെ എന്ത് ചെയ്തു നമുക്ക് പലരും ചോദിക്കുന്നത്. ലിവിങ് ഡിജിറ്റലും മറ്റുള്ള ട്രാവൽ മാഗസീൻസ് ഒക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഓട്ടോകാർ ഇന്ത്യ, പിന്നെ ബിസിനസ് മാഗസീനുകളും ഇവിടെ തന്നെ ഉണ്ട്. ഓട്ടോകാർ ഇന്ത്യ, ഓവർ ഡ്രൈവ്, ബിസിനസ് സ്റ്റാൻഡേർഡ്, മോട്ടോറിംഗ്, ഇങ്ങനത്തെ കാർ മാഗസീൻസ് കുറേ എണ്ണം ഞാൻ പിന്നെ ഷെൽഫിനുള്ളിലൊക്കെ നിറഞ്ഞ് പിന്നെ ഒന്നിനും പറ്റാത്തൊരു അവസ്ഥയായപ്പോൾ കുറെ എണ്ണം എടുത്ത് തൂക്കി വിറ്റു. പക്ഷെ വിറ്റതിൽ ഇപ്പൊ ഞാൻ ഖേദിക്കുന്നു. കാരണം അതൊന്നും ഇനിയും കിട്ടൂലല്ലോ. ഇപ്പൊ ഓട്ടോകാറിന്റെ ഒക്കെ ഇപ്പോഴും ഉണ്ടെങ്കിലും ആ പഴയ ക്വാളിറ്റി ഇപ്പൊ തന്നെ ഇല്ല. ഇപ്പൊ ഒരു മാഗസീനും പഴയ ക്വാളിറ്റി ഇല്ല. കാരണം ഇപ്പൊ എല്ലാവരും നമ്മൾ ഇന്റർനെറ്റിൽ നമ്മൾ നോക്കി വെബ്സൈറ്റുകളിൽ നോക്കി വായിക്കുന്നതുകൊണ്ട് വായിക്കുന്നവരും കുറവാണ്, വീഡിയോ കാണുന്നവരും. പക്ഷെ ഞാനെപ്പോഴും വായന തന്നെയാണ് കൂടുതൽ.
അപ്പോൾ അങ്ങനെ നോക്കുന്നതുകൊണ്ട് പിന്നെ മാഗസിൻസിനൊന്നും പഴയ ക്വാളിറ്റി ഇല്ല, സർക്കുലേഷൻസ് വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും ഞാൻ വന്ന കാര്യം പറയുന്നത് വേറെ എവിടേക്ക് എത്തി. സോ ഇന്ന് ഞാൻ 5 പെർഫ്യൂംസ് പരിചയപ്പെടുന്ന ഇത് വീണ്ടും ഒരു പുതിയ ബ്രാൻഡ് വന്നേക്കാണ്, ലീമാൻസ്. ഇത് നമ്മുടെ JDV പെർഫ്യൂംസ്, നമ്മുടെ സിസ്റ്റർ ബിസിനസ്സാണ്, സിസ്റ്റർ കൺസേൺ ആണ്. സോ JDVന്റെ നമ്മുടെ ഓൺലൈനായിട്ട് വിൽക്കാൻ, JDVന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് വിൽക്കാനുള്ള ഒരു ബ്രാൻഡാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് JDVന്റെ വെബ്സൈറ്റിൽ നിന്നാണ് കിട്ടുക. സോ ഇത് ഓരോന്നും ഏതാണെന്ന് വെച്ചാൽ ഇത് റോയൽ സെന്റ്, ഇതെല്ലാം നല്ല ഹൈ ക്വാളിറ്റി ഫ്രാഗ്രൻസുകളാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും പ്രൈസ് 30 ml ഇപ്പോൾ 590 ആണ്. അത് ഓഫർ പ്രൈസ് ആണ്, ആക്ച്വൽ പ്രൈസ് 690 ആണ്. സോ 590ക്ക് ഇപ്പോൾ കിട്ടും. ഇത് റോയൽ നൈറ്റ് എന്നുള്ളത് DNG The Oneന്റെ ആ ഒരു സ്ട്രോങ്ങർ വേരിയന്റ്. പലരും ചോദിക്കാറുണ്ട്, എന്താ പറയാ, നമ്മുടെ ബ്ലിസ് പാരീസിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള DNG The One എന്താ ഇപ്പോൾ വരാത്തത്. അതാണ് ആക്ച്വലി ഈ ഫ്രാഗ്രൻസ്. ഇത് വെരി ലോങ് ലാസ്റ്റിംഗ് ആണ്, 12+ hours ഒക്കെ നിൽക്കുന്ന സ്മോക്കി ഫ്രാഗ്രൻസ് ആണ്. സ്മോക്കിനെസ് ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. സോ അതാണ് ഒന്ന്. നെക്സ്റ്റ് വൺ ക്രഷ്, ലീമാൻസ് ക്രഷ്. ഇത് എന്താ നോക്കാം. ഇത് മേലെ സ്റ്റിക്കർ ഒട്ടിച്ചതുകൊണ്ട് തുറക്കാൻ ചെറിയ പ്രയാസമുണ്ട്. ഇതാണ് ലീമാൻസ് ക്രഷ്. ഇത് യൂണിസെക്സ് ആണ്. ഇത് മൻസിറ ഇൻസ്റ്റന്റ് ക്രഷ് പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷനാണ്. ഇൻസ്റ്റന്റ് ക്രഷിന്റെ ഇൻസ്പയർഡ് വേർഷനാണ് ഈ ക്രഷ്. ഓക്കെ, സോ ഇൻസ്റ്റന്റ് ക്രഷിന്റെ ഫ്രാഗ്രൻസ് എന്താണെന്ന് ഈ പറയാത്ത കാരണം അത് നമ്മുടെ ബക്കറ റൂഷ് പെർഫ്യൂമുമായിട്ട് കുറെ സിമിലർ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഷുഗറിങ് പിന്നെ സ്വീറ്റ്നെസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. സോ നെക്സ്റ്റ് വൺ എലിസിറ്റ് ആണ്. എലിസിറ്റ് എന്നുള്ളത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ വേറെ ചെയ്യുള്ളൂ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തി പോകണുള്ളൂ. സോ ഇത് എലിസിറ്റ്. ഇത് റോജ എലീസിയത്തിന്റെ ഇൻസ്പയർഡ് ആണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആണ്. എലീസിയ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ആണ്, ഡിയോർ സവാഷും ബ്ലൂഡി ഷനേലും പിന്നെ ക്രീഡമെറ്റൂസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇതിന് കിട്ടുക. ഒരു പെർഫ്യൂമിന് പല ഗുണങ്ങളുള്ളതാണ് റോജ എലീസിയം. സോ അതാണ് ഈ ലീമാൻസ് എലിസിറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എൻഡ്യൂറിംഗ് ആണ്. ഇത് എങ്ങനെയാണ് ഫ്രാഗ്രൻസ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, നോക്കട്ടെ. എൻഡ്യൂറിംഗ് എന്നുള്ളത് പർപ്പിൾ ഊതിന്റെ ഫ്രാഗ്രൻസ് ആണ്. പർപ്പിൾ ഊത് എന്ന് പറയുമ്പോൾ ഇനി പെട്ടെന്ന് പേടിക്കേണ്ട, ഓ ഡാർക്ക് ആയിരിക്കും. ഡാർക്ക് അല്ല, നല്ല രസകരമായ ഫ്രാഗ്രൻസ് ആണ്. ഡിയോറിന്റെ പർപ്പിൾ ഊത്. ഇതിലൊരു സ്വീറ്റ്നെസ്സും ഫ്രൂട്ടി ഫ്രാഗ്രൻസും കുറച്ച് അരോമാറ്റിക് നോട്ട്സ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്, നല്ലൊരു പ്ലീസിങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് പർപ്പിൾ ഊതിന്റെ. സോ അതാണ് ഇത് എൻഡ്യൂറിംഗ്. ഓക്കെ, സോ ലാസ്റ്റ് വൺ കോസ്റ്റാ ബ്ലൂ. ഇത് എങ്ങനെയുണ്ട് നോക്കാം. ഇതൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു എന്താ പറയാ, പേര് പറയുന്ന പോലെ തന്നെ ഒരു ബ്ലൂ പെർഫ്യൂം, ഒരു മറൈൻ ബ്ലൂ പെർഫ്യൂം. നമ്മുടെ ഡേവിഡ് ഓഫ് കൂൾ വാട്ടറുമായിട്ടൊക്കെ സിമിലർ ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസ്. ഇത് ഏതിന്റെ ഇൻസ്പയർഡ് ആണെന്നുള്ളത് ഇപ്പോൾ എനിക്ക് പറയാൻ അറിയില്ല, എന്തായാലും ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഏതിന്റെ ഇൻസ്പയർഡ് ആണെന്നുള്ളത്. സോ ഇത് നല്ല ഫ്രാഗ്രൻസ്. ഇതെല്ലാം നല്ല ഫ്രാഗ്രൻസുകൾ തന്നെയാണ്. ഇതാണ് ഈ DNGൻ്റെതാണ് കുറച്ചൊരു സ്ട്രോങ്ങർ സൈഡിൽ നിൽക്കുന്നത്. ബാക്കിയൊക്കെ കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടുള്ളതാണ്. സോ ഇത് ഒരു ബ്ലൂ പെർഫ്യൂം. ഇത് ഏതോ നല്ലൊരു ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനത്തിന്റെ ഇൻസ്പയർഡ് ആണ്, ഏതാണെന്നുള്ളത് ഞാൻ നോക്കണം. സോ എൻഡ്യൂറിങ് ഞാൻ പറഞ്ഞു. പിന്നെ ഏതായിരുന്നു പർപ്പിൾ ഊതിന്റെ. ഇത് മൻസറ ഇൻസ്റ്റന്റ് ക്രഷിൻ്റെത്. ഇത് യൂണിസെക്സ് ആണ്, ഓൾ ഒക്കേഷൻസിലേക്ക് പറ്റിയാണ്. പർപ്പിൾ ഊതും യൂണിസെക്സ് ആണ്, ഓൾ ഒക്കേഷൻസിലേക്ക് പറ്റിയതാണ്. എലീസിയം ഓഫീസ് പെർഫ്യൂം ആണ്. അപ്പോൾ ഇത് മാത്രമാണ് ഇപ്പോൾ ഇതിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളത്, പക്ഷേ ഇതാണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ
എവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും? JDBന്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ലേറ്റർ സ്റ്റോറിൽ ചോദിച്ചോളൂ. ഇവിടുന്ന് നമുക്ക് സാധനങ്ങൾ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് വീഡിയോയുടെ ഡീറ്റെയിൽസ്.